അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് 250 ml കപ്പിന് 2.5 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ പച്ചരി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അളന്നെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ പച്ചരിയും ബാക്കിയെല്ലാം ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ അളന്നിട്ട് എടുക്കാം. അളവുകൾ കൃത്യമായിട്ട് വരണം, എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ 2.5 കപ്പ് പച്ചരി ഇതാ എടുത്തിട്ടുണ്ട്. ഇനി പച്ചരി നല്ലതുപോലെ 4-5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 4-5 മണിക്കൂർ കുതിർത്തിട്ട് ഞാനിതാ ഒരു അരിപ്പയിൽ അതിന്റെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ 2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമല്ല, മധുരം കുറവുമല്ല, അത്യാവശ്യം ഒരു മധുരം ഉണ്ട്. അത് കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര കൂടി ചേർക്കാവുന്നതാണ്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അരി അളന്നെടുത്ത ഗ്ലാസിന്റെ അളവിൽ തന്നെ 2 ഗ്ലാസ് ശർക്കര പൊടിച്ചത് അളന്നിട്ടെടുക്കുക. അപ്പൊ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 360 ഗ്രാം ഉണ്ടാവും. കിലോ കണക്കിന് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കിലോ അരിക്ക് 360 ഗ്രാം ശർക്കര എടുക്കാം. ഇനി ശർക്കര ഉരുക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ ശർക്കര അളന്നെടുത്തിട്ടുള്ളത് അതിന്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ കൂടി പോരുത്, വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ശർക്കര എത്രയാണോ എടുത്തത് അതിന്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പം പൊടിച്ചെടുത്ത ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശർക്കര ഉരുക്കി കിട്ടും. ഒരു നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര ഒന്ന് ഇതുപോലെ ഒന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കര പാനി റെഡിയാവും. അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. പിന്നെ കല്ലും മണ്ണും ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് മാറ്റി വയ്ക്കുക. ചെറിയൊരു ചൂട് ഉണ്ടാവാനേ പാടുള്ളൂ, ഒരുപാട് ചൂട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതാ ശർക്കര പാനിയുടെ ചൂട് മാറിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ചൂട് മാറിയിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട്. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ തൊടാൻ പറ്റുന്ന ചൂട് അത്ര ആവാൻ പാടുള്ളൂ, ഒരുപാട് ചൂട് മാറരുത്. അരിപ്പയിൽ ഇട്ട് വെച്ചിരിക്കുന്ന അരിയുടെ വെള്ളത്തിന്റെ ആയർപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചിട്ടെടുക്കുക. നമ്മൾ ഉരുക്കി മാറ്റി അരച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചെറിയൊരു ചൂടേ ഉള്ളൂ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കരുത്, ഒരു ചെറിയ തരിയോടുകൂടി അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് അരച്ചിട്ടെടുക്കുക. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ തരി പോലെ കാണും. അപ്പൊ അതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കരുത്. ഒരു കാര്യം, നിങ്ങൾക്ക് അരി കുതിർത്ത് വെച്ച് വെള്ളം മാറ്റിയതിനു ശേഷം അരി പൊടിച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. അരയ്ക്കാതെ അരി പൊടിച്ചിട്ട് ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ അരച്ചിട്ട് വേണമെങ്കിലും നെയ്യപ്പം ചെയ്യാം. അപ്പൊ നമ്മൾ അരച്ചെടുത്തതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് മൈദയാണ്. 4 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ എണ്ണ കുടിക്കും. അപ്പൊ അതുകൊണ്ട് ഗോതമ്പ് മാവ് വേണമെങ്കിൽ ചേർക്കാം, എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുള്ളത്. 2 തരത്തിൽ നെയ്യപ്പം റെഡിയാക്കി എടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് അരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ അരി അരച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അരി അരച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. അതാണ് യഥാർത്ഥത്തിൽ തരി നാടൻ നെയ്യപ്പം. ഇത് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയെ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം
നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ മാവ് അരച്ചെടുക്കേണ്ടത്. ദോശമാവിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. പാടങ്ങ് കട്ടിയായി പോവരുത്. കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. അതുകൊണ്ടെങ്കിൽ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. ആ ഒരു സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോവരുത്. ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ടിയാവും. 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് അരിപ്പൊടി വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഇതാകുമ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യേണ്ടി വരും. നെയ്യപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഈ ക്ലിംഗ് റാപ്പ് ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, കുറച്ചൊന്ന് കട്ടിയായി ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ച് എടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, തരി മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. സാരയും കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. 2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അത് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് മാവ് എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് കാര്യങ്ങൾ 2 കാര്യങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട്. ഇപ്പം ഞാൻ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇട്ട് കൊടുത്താൽ ഇടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൊത്തില്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാതെ ചെയ്യാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ നിറം ആവരുത്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ളും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടോടുകൂടി അത് മാവിലേക്ക് ഒഴിക്കരുത്. ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മാവ് നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിലും ഇതൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏലക്കയുടെ ഫ്ലേവർ ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഏലക്കപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഈ ചുക്കുപൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചുക്കുപൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഴിയുള്ള ഏതെങ്കിലും ഒരു കടായി എടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യപ്പമില്ലേ, നാടൻ നെയ്യപ്പം ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തിട്ടെടുക്കുക. എന്നാലാണ് അതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ നെയ്യപ്പത്തിന് കിട്ടുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അങ്ങ് വീർത്ത് വരും.
അതുപോലെ വീർത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാൻ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളൊക്കെ വെന്ത് കിട്ടണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, നല്ല അരികൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെയാണ് ഈ നെയ്യപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ ഒരു അളവിൽ 16 നെയ്യപ്പമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അരികെല്ലാം നല്ല മൊരിഞ്ഞ് വന്നിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, പുറത്ത് അരികെല്ലാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് പുറത്ത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം നെയ്യപ്പം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്